السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതപഠനം സാധ്യതയും ബാധ്യതയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരു മണിക്കൂർ നേരം ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു മതമാണ്. എന്ന് പറഞ്ഞാൽ കെട്ടുകഥകളുടെയോ പുരാണങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പോരേണ്ട, കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു മതമല്ല. അതൊന്നും മതത്തിൻ്റെ ആധാരങ്ങളല്ലെന്നും പരിശുദ്ധ ഖുർആനും അതിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആധികാരികമായ വ്യാഖ്യാനവും സ്വഹാബികൾ അതിനെ എങ്ങനെ വിലയിരുത്തിയോ അതുമാണ് ഇസ്ലാമിൻ്റെ ആധാരങ്ങൾ എന്നാണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പ്രമാണങ്ങൾക്കാണ് സ്ഥാനം. പാരമ്പര്യങ്ങൾക്കോ മാമൂലുകൾക്കോ നാട്ടുനടപ്പുകൾക്കോ ഒന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഇസ്ലാം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊള്ളേണ്ട ഒരു മതമാണ്. ഒരാൾ മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ ആദ്യ പടിയാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. മറ്റു പല മതങ്ങളിലുമൊക്കെ പണ്ഡിതന്മാർ മാത്രം പഠിച്ചാൽ മതി. പുരോഹിതൻ പഠിക്കുക, കപ്പ്യാര് പഠിക്കുക, അച്ഛൻ പഠിക്കുക, ശാന്തിക്കാരൻ പഠിക്കുക, പുരോഹിതൻ പഠിക്കുക, ജ്യോത്സ്യം പഠിക്കുക, നമ്മൾ സാധാരണക്കാർ പഠിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല, എല്ലാവരും പഠിക്കണം. ഓരോ മുസ്ലിമും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനു പുറമെ പണ്ഡിതന്മാർ ആഴത്തിൽ പഠിക്കേണ്ട വേറെയും വിഷയങ്ങളുണ്ട്. പണ്ഡിതന്മാർ പഠിച്ചിട്ട് പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുക, തെളിവും ന്യായവും നോക്കാതെ പിൻപറ്റുക എന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. അതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാകുന്നു ഇൽമ് അഥവാ അറിവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് രണ്ട് ഷഹാദത്ത് കലിമകൾ അയാൾ അംഗീകരിക്കുന്നതിലൂടെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് കലിമകളും നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ട് മാത്രം, അതിൻ്റെ താല്പര്യങ്ങൾ അറിയാതെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമ അംഗീകരിച്ചു പ്രഖ്യാപിച്ചവനാവുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ മുസ്ലിം ആവുകയുമില്ല. മറിച്ച് എന്ത് വേണം? അവൻ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയണം, മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നിനക്ക് മനസ്സിൽ ബോധ്യം വരണം. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞുകൊണ്ട് ചൊല്ലിയവനും അറിയാതെ ചൊല്ലിയവനും സമമല്ല. അറിഞ്ഞവൻ അറിഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കും. കാരണം ഇതൊരു ജീവിതാദർശമാണ് ഇയാൾ ഈ പ്രഖ്യാപിക്കുന്നത്. അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിന് എന്റെ ജീവിതം സാക്ഷിയാണ് എന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് അയാൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞവനും അറിയാത്തവനും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ഇന്ന് നമ്മുടെ സമുദായത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവരെ സത്യം ചെയ്യുകയും അള്ളാഹു അല്ലാത്തവർ നേർച്ചൊഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ പറയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്, തൗഹീദിന്റെ ആളുകളാണ്. ഞങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. നിസ്കാരം കഴിഞ്ഞാൽ ഉസ്താദ് അഫ്ദലുദ്ദിഖർ എന്നിട്ട് ഞങ്ങൾ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അങ്ങനെയുള്ള ഞങ്ങൾ ശിർക്ക് ആരോപിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ആസ്ഥാനത്തും സ്ഥാനത്തും ഒക്കെ പറഞ്ഞാൽ തന്നെ തൗഹീദായി എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ വാക്കാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാ പോരാ, അതിന്റെ താല്പര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ ഈ വിശ്വാസം, തന്റെ ഈ കർമ്മം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുമോ എന്ന് ചിന്തിക്കാൻ അയാൾക്ക് സാധിക്കണം. പല ആളുകളും അറിയുന്നില്ല, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചൊഴിപാടുകൾ നേരുന്ന ആള് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് എതിരാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇലാഹിന്റെ അർത്ഥം അയാൾക്ക് അറിഞ്ഞുകൂടാ. അല്ലല്ലാതെ പടച്ചോല്ല, അങ്ങനെയാ സ്വത്വത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അള്ളയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവനാണ് വർഷിപ്പിക്കുന്നത്, അവനാണ് നമുക്ക് ഈ ലോകത്തെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അവനാണ്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. ഒരിക്കലുമല്ല. ഇലാഹി എന്ന വാക്കിന് ഖാലിഖെന്നോ റാസിഖെന്നോ മുദബ്ബിറുൽ അംറെന്നോ മുനസ്സിലുൽ ഖൈസ് എന്നോ ഒന്നും അർത്ഥമില്ല. ഖാലിഖ് എന്ന സിട്ടാവ്, റബ്ബ് എന്ന പോറ്റി വളർത്തുന്നവൻ, മുനസ്സിൽ ഖൈസ് എന്ന മഴ വർഷിപ്പിക്കുന്നവൻ, റാസിഖ് എന്ന ഭക്ഷണം തരുന്നവൻ, ഇതൊക്കെ അള്ളാന്റെ സിഫത്ത് തന്നെയാണ്. ഇത് ഈ സിഫത്തുകളൊക്കെ ഉള്ള അള്ളാനെ തന്നെ ആരാധിക്കാനും പാടുള്ളൂ. പക്ഷെ ഇലാഹി എന്ന വാക്കിന് അതൊന്നല്ല അർത്ഥം. അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ, അൽ മഅബൂദ് ബിഹഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ. അപ്പൊ അത് മനസ്സിലാക്കണം. ഇലാഹ് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇബാദത്ത് അവന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹു ഖാലിഖാണ് റാസിഖാണ് എന്നൊക്കെ അംഗീകരിക്കുന്ന ഒരാള് അല്ലല്ലാത്തവരെ വിളിച്ചു തേടിയാലോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിര് പ്രവർത്തിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിനെതിരെ പ്രവർത്തിച്ചു. ഇത് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. ചില ആളുകളൊക്കെ പറയും എന്റെ കച്ചവടമാണ് എന്നെ ജീവിപ്പിക്കുന്നു വിചാരിച്ചാൽ ശിർക്കായി, എന്റെ ജോലിയാണ് എന്നെ ജീവിപ്പിക്കുന്നു വിചാരിച്ചാൽ ശിർക്കായി. അതൊക്കെ അവർക്ക് ശിർക്കാണ്. ഞാൻ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കായി, അല്ലല്ലാത്തവർക്ക് നേർച്ചയാക്കിയാ ശിർക്കായി എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ടാണ് അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നത്? വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ച് പിന്മാറിക്കളയും എന്ന് ഖുർആനാ പറയുന്നത്, അല്ലേ? കാരണം അബൂജഹലിന് ഇലാഹിന്റെ അർത്ഥം അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് ഞാൻ അംഗീകരിച്ചാ പിന്നെ എനിക്ക് ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. കാരണം ലാത്ത നമ്മളെ ഇലാഹല്ലേ, ഉസ്സ നമ്മളെ ഇലാഹല്ലേ, ഇബ്രാഹിം നബി നമ്മളെ ഇലാഹല്ലേ, ഇസ്മായിൽ നബി നമ്മളെ ഇലാഹല്ലേ. ഈ മുഹമ്മദ് വന്നിട്ട് ഇലാഹ് അല്ലാഹു മാത്രം, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. ഈ മുഹമ്മദ് എല്ലാ ഇലാഹുകളെയും കൂടി കൂട്ടി ഒറ്റ ഇലാഹാക്കിയല്ലോ. ലാത്ത ഇലാഹല്ലേ, ഉസ്സ ഇലാഹല്ലേ, ഇസ്മായിൽ നബി ഇലാഹല്ലേ, എന്നിട്ട് അതൊക്കെ കൂടി അല്ല മാത്രം എന്ന് പറഞ്ഞ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലയെ തള്ളിക്കളഞ്ഞത്. അതേസമയം ആകാശത്തെ സൃഷ്ടിച്ചതാരാ, ഭൂമിയെ സൃഷ്ടിച്ചതാരാ, നിങ്ങളെ സൃഷ്ടിച്ചതാരാ, ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതാരാ? അല്ലാ അല്ലാ അല്ലാ. അബൂജഹലിന് സംശയമല്ല, ആർക്കും സംശയമല്ല, മക്കാർക്ക് സംശയമല്ല. അപ്പൊ തൗഹീദിന്റെ ചില വശങ്ങൾ മാത്രം മനസ്സിലാക്കിയ ആളുകൾ അവരും പറയുന്നു ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആളുകളാണ്. ഞാനിത് പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളേണ്ടതാണ്. വെറുതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടത് എല്ലാ വിശ്വാസങ്ങളും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുഅ്മിനാകുന്നത്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ലെന്ന സത്യം നീ അറിയണം, നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ അമലുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്, ബാബുൻ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി. ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിനും അമലിൽ കൊണ്ടുവരുന്നതിനും മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. കണ്ടോ, ഒരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ്, അത് അമലിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് എന്ത് വേണം? അറിവുണ്ടായിരിക്കണം. ഇനി എന്താ അങ്ങനെ പറയണേ? ഞാൻ അങ്ങനെ പറയന്നെ, ആരൊക്കെയോ പറഞ്ഞിട്ട് ഞാനും അങ്ങനെ പറയണേ. അങ്ങനെ വെറുതെ വായ്ത്താരി പറഞ്ഞാൽ പോരാ.
അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇൽമില്ലാതെ അള്ളാഹ് ഇബാദത്ത് ചെയ്തു എന്നതാണ് നസാറാക്കൾക്ക് പറ്റിയ തെറ്റ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോ നിസ്കാരത്തിലും പറയുന്നുണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലേ? ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ വഴി ചേർക്കണം. ഏതാണ് ആ മാർഗം? സിറാത്തൽ അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരെ മാർഗം, അമ്പിയാക്കള്, ശുഹദാക്കള്, സാലിഹ്യങ്ങളൊക്കെ മാർഗം. എന്നിട്ട് അതിന്റെ നേരെ മറുവശം എന്താ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാ കോപത്തിന് പാത്രമായവർ? ഹുമുൽ യഹൂദ്, അതിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന യഹൂദികളാണ്. വലദ്ദാലി, വഴിവഴിച്ചവരുടേതല്ലാത്ത മാർഗം. ആരാ വഴിവഴിച്ചവര്? അതിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന നസാറാക്കളാണ്. നസാറാക്കൾക്ക് പറ്റിയ തെറ്റെന്താ? അബദുല്ലാഹ അലാ ഗൈരി ഇൽമിൻ, അവർ അള്ളാഹിനെ കുറിച്ച് അറിവില്ലാതെ ഇബാദത്ത് ചെയ്തു. അള്ളാഹു ആരാണ്, അള്ളാഹിന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇബാദത്ത് എടുത്തു. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ദൈവപുത്രവാദത്തിലേക്ക് മറ്റൊക്കെ അവർ പഴച്ചുപോയത്. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ഫസദ മിൻ ഉലമാഇനാ ഫലഹു ശബഹും മിനൽ യഹൂദ്, നമ്മുടെ ഉലമാക്കൾ പഴച്ചു പോയാൽ അവർക്ക് യഹൂദികളോടൊരു സാദൃശ്യമുണ്ട്. അതേസമയം മൻ ഫസദ മിൻ ഉബാദിനാ, നമ്മുടെ കൂട്ടത്തിലെ സാധാരണക്കാര്, ഒരു ഇബാദത്തൊക്കെ എടുത്ത് അലിമൊന്നുമല്ല, നാടൻ, ഓൻ പഴച്ചു പോയാലോ ഫലഹു ശബഹും മിനൻ നസാറ, അവൻ നസാറാക്കളോടാ സാദൃശ്യം. കാരണം എന്താ? ലിഅന്നൽ യഹൂദ അറഫു അൽ ഹഖ, യഹൂദികൾ സത്യം മനസ്സിലാക്കി എന്നിട്ടത് കൈയൊഴിച്ചവരാണ്. അതേസമയം വൻ നസാറ അബദുല്ലാഹ അലാ ഗൈരി ഇൽമിൻ, അള്ളാഹിനെ കുറിച്ച് അറിവില്ലാതെ ഇബാദത്ത് എടുത്തു. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്ങനെ അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനെ മനസ്സിലാക്കൽ അമ്പിയാക്കൾ എങ്ങനെയാ മനസ്സിലാക്കി കൊടുത്തത്? അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിൽ ഇന്നീ കാണുന്ന തൗഹീദിന്റെ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച പരിഷ്കർത്താവ്, അദ്ദേഹത്തിന് ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്, അൽ ഉസൂലു സലാസ. മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. മൂന്ന് അടിസ്ഥാനങ്ങൾ ഏതൊക്കെ അറിയോ? ഒന്ന് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ കുറിച്ച് അറിയണം, മനസ്സിലാക്കണം. മഅരിഫത്തുൽ അബ്ദി ദീനഹു, അള്ളാഹിന്റെ അടിമ അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം. പിന്നെന്ത് വേണം? മഅരിഫത്തുൽ അബ്ദി റസൂലഹു, ഒരടിമ തന്റെ റസൂലിനെ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹിനെ മനസ്സിലാക്കുക, അള്ളാഹിന്റെ റസൂലിനെ മനസ്സിലാക്കുക, ദീനിനെ മനസ്സിലാക്കുക. ഈ മൂന്ന് വിജ്ഞാനങ്ങളും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇസ്ലാമിനെ യഥാവിധി പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മൂന്നറിവ് ഏതൊക്കെയാണ്? അള്ളാഹിനെ മനസ്സിലാക്കുക, റസൂലിനെ മനസ്സിലാക്കുക, ദീൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിന് ആ നിലക്കുള്ള പരിഹാരം ഉണ്ടാക്കിയാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി. നമ്മുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ വരുമ്പോ എന്റെ റബ്ബ് ഇവിടെ എന്തു പറഞ്ഞു, എന്റെ റസൂൽ ഇവിടെ എന്തു പറഞ്ഞു, എന്റെ ദീൻ ഇവിടെ എന്തനുശാസിക്കുന്നു, ഇത് ചിന്തിച്ചിട്ട് അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണോ അള്ളാഹ് പറഞ്ഞത്? എന്നാ ഞാനത് ഉൾക്കൊള്ളണം. അങ്ങനെയാണോ റസൂൽ പറഞ്ഞു? എന്നാ ഞാനത് അവിടെ നിൽക്കണം. ഇങ്ങനെയാണോ എന്റെ ദീനിന്റെ അനുശാസനം? എങ്കിൽ ഞാൻ ഇന്ന് പിന്മാറാൻ പാടില്ല. ഇങ്ങനെ ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത്. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിച്ചുകൂടാ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നത് അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്ക്, ഇബാദത്തുകൾ ഓരോന്നും എങ്ങനെയാ നിർവഹിക്കേണ്ടത്? വ്യക്തികളുടെ ഹിതത്തിന് വിട്ടു തന്നിട്ടുണ്ടോ? നിസ്കരിച്ചോളി എന്ന് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിക്ക? നമുക്ക് ഓരോരുത്തർക്കും തോന്നിയമായി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ മനുഷ്യ രൂപത്തിൽ അയച്ചു. ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്നിട്ട് നിസ്കാരം കാണിച്ചു കൊടുത്ത്, അതുപോലെ റസൂൽ അനുകരിച്ചു. എന്നിട്ട് റസൂൽ സഹാബത്തിന്റെ മുമ്പിൽ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. കണ്ടോ? ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നബിക്ക് എവിടുന്നാ അത് കിട്ടിയത്? ജിബ്രീലിന്റെ അടുത്ത് കിട്ടിയതാ. ജിബ്രീലിന് എവിടുന്നാ കിട്ടിയത്? അള്ളാഹിന്റെ അടുത്ത് കിട്ടിയതാ. അള്ളാഹു ജിബ്രീലിനെ അയച്ച് പഠിപ്പിച്ചു കൊടുത്ത രൂപമാണ് നമസ്കാരത്തിന്റെ രൂപം. മൊത്തത്തിൽ അങ്ങ് നിസ്കരിച്ചാൽ മതി, ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം മതി, രൂപം അത്ര പ്രധാനമല്ല എന്നത് ചില ആളുകൾ പിന്നീട് മനസ്സിലാക്കിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, കച്ചവടമാകട്ടെ, ഇസ്ലാമികമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ജീവിതക്രമങ്ങളിലൊക്കെയും ഇബാദത്തുകളിലും മുആമലാത്തുകളിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഒക്കെ അള്ളാഹു എന്തു പറഞ്ഞു, റസൂൽ എന്തു പറഞ്ഞു, ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമാകണം.
ഇതുകൊണ്ടാണ് മതപഠനം നിർബന്ധമാണ് എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമിനും മതം പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മറ്റു മതങ്ങളിൽ അങ്ങനല്ല. മറ്റു മതങ്ങളിൽ എന്താണ് നിന്റെ മതം എന്ന് ചോദിച്ചാൽ അപ്പച്ചൻ പറഞ്ഞത്, അമ്മച്ചി പറഞ്ഞത്, മുത്തശ്ശൻ പറഞ്ഞത്, മുത്തശ്ശി പറഞ്ഞത്, അല്ലെ? നമ്മളെ തറവാട്ടിൽ പണ്ടേ നടന്നു വരുന്നത്, നമ്മളെ നാട്ടിൽ പണ്ടേ ശ്രുതിപ്പെട്ടത്. ഇങ്ങനെ ശ്രുതികളും പുരാണങ്ങളും വൈദികങ്ങളും കേട്ടുകേൾവികളും പാരമ്പര്യങ്ങളും മാമൂലുകളും ഒക്കെയാണ് അവരെ മതം എന്ന് പറഞ്ഞ. ഇസ്ലാമിൽ അങ്ങനല്ല. അള്ളാഹു പറഞ്ഞത്, റസൂല് പറഞ്ഞത്, അങ്ങനെയാണ് ഇസ്ലാമിൽ മതം എന്ന് പറയുന്നത്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമ് തേടുക, വിജ്ഞാനം അന്വേഷിക്കുക എന്ന